ഖദീജ ജിബ്രീൽ വാനത്ത് നിന്നിതാ വരുന്നുണ്ട് ഖദീജ ജിബ്രീൽ ചിറകടിച്ചു വരുന്നുണ്ട് ഖദീജ ജിബ്രീലിനെ കാണണോ ഖദീജ എന്റെ ചാരത്തേക്ക് നീ വരണോ ഖദീജ ഉത്സാഹത്തോടെ അത്യാഗ്രഹത്തോടെ ഓടി വരികയാ ഖദീജ റളിയല്ലാഹു തആല അൻഹ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരൽത്തുമ്പുണ്ടല്ലോ ചന്ദ്രനെ രണ്ടായി പിളർത്തിയിട്ടുള്ള വിരൽത്തുമ്പുണ്ടല്ലോ രോഗികൾക്ക് ശമനം കൊടുത്തിട്ടുള്ള വിരൽത്തുമ്പുണ്ടല്ലോ ശത്രുക്കളെ നിർത്തി വറപ്പിച്ചിട്ടുള്ള വിരൽത്തുമ്പുണ്ടല്ലോ ലോകത്തെ ഞെട്ടി വറപ്പിച്ച വിരൽത്തുമ്പുണ്ടല്ലോ ഒരുപാട് ഇതിഹാസങ്ങൾ പൂത്തുല്ലസിച്ചിട്ടുള്ള റിസാലത്തിന്റെ വിരൽത്തുമ്പുണ്ടല്ലോ ആ വിരൽത്തുമ്പ് ഉയർത്തിക്കൊണ്ട് പറയുകയായ ഖദീജ നോക്കുമോളെ ഖദീജ ഇതാ വരുന്നു ജിബ്രീൽ ഖദീജ റളിയല്ലാഹു തആല നോക്കുകയാ എവിടെ നബിയെ കാണുന്നില്ലല്ലോ നബിയെ നോക്കുമോളെ ഖദീജ അടുത്തെത്താറായല്ലോ ഖദീജ എവിടെ നബിയെ നിങ്ങൾ തമാശക്ക് പോലും കള്ളം പറയാറില്ലല്ലോ നബിയെ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ നബിയെ എവിടെയാ നബിയെ നബി തങ്ങൾ പറയുന്നു ഖദീജ ദാ അടുത്തെത്തിയല്ലോ ഖദീജ എന്താ ഖദീജ നിനക്ക് കാണാൻ പറ്റാത്തത് എന്ത് വിഘാടമോ നിനക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ത് കുഴപ്പമാ സംഭവിച്ചിട്ടുള്ളത് മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ അടിമുടി അതാ ഒന്ന് നോക്കുകയാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കിയിട്ട് പറയുന്നു യാ ഖദീജ മോളെ ഖദീജ നിന്റെ ശിരസിന്റെ മുകളിലൂടെ അതാ നിന്റെ തലയിൽ നിന്നും ശിരസിൽ നിന്നും നെറ്റിയുടെ മുകളിലൂടെ നെറ്റിയുടെ മുമ്പിലേക്ക് ഒരു മുടി അതാ പുറത്തേക്ക് കിടക്കുകയാ ഖദീജ ഒരു മുടി പുറത്തേക്ക് കിടക്കുകയാ ഖദീജ ആ മുടി നിന്റെ ഔറത്താ ഖദീജ നീ അകത്തേക്കിടൂ ഖദീജ ആ മുടി അകത്തേക്ക് ഇട്ടപ്പോഴാ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഖദീജ ബീവിക്ക് മുഖറബിലും ലോകിനെ കാണാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളതെങ്കിലോ പെങ്ങളെ നിന്റെ ഒരു മുടിയാണോ 1000 മുടിയാണോ അന്യപുരുഷന്മാർക്ക് മുമ്പിലൂടെ പാറിപ്പറത്തി കൊണ്ടുപോകുന്നത് ചിന്തിക്കണം സ്വർഗം വീട്ടിലുണ്ട് സ്വർഗമുണ്ട് വീട്ടിൽ നരകമുണ്ട് വീട്ടിൽ ഈ പറയപ്പെട്ട രൂപത്തിൽ വീട്ടിൽ അടങ്ങി ഒതുങ്ങി വേണ്ടതുപോലൊക്കെ ജീവിച്ചാൽ സ്വർഗം അവിടെ തന്നെ ഉണ്ട് നീ പാടത്തും പറമ്പിലും പണിയെടുക്കാൻ പോകണ്ട അവിടെ തന്നെ സ്വർഗം അള്ളാഹു തരത്തിൽ നല്ല സമൃദ്ധരായ സ്ത്രീകളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ പടച്ചവനെ വേദനയുള്ള ഒരൊറ്റ വാർത്തകളും നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങന്മാരിൽ നിന്ന് കേൾക്കേണ്ട ഒരു സാഹചര്യവും വരാതെ അള്ളാഹു കാക്കുമാറാകട്ടെ.